മോട്ടോർ സൈക്കിൾ ഹെൽമറ്റിന് ഒരൊറ്റ കണ്ടുപിടുത്തക്കാരൻ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. 1914 ബ്രിട്ടീഷ് ഡോക്ടർ എറിക് ആണ് ആദ്യകാല ക്രാഷ് ഹെൽമറ്റ് വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പിന്നീട് 1935 ലോറൻസിൻ്റെ അപകടത്തിന് ശേഷം ഹക്ക് നടത്തിയ ഗവേഷണമാണ് ഹെൽമറ്റിൻ്റെ വ്യാപകമായ ഉപയോഗത്തിന് വലിയ പ്രചോദനമായത്. നമ്മൾ ഇന്ന് ബൈക്കിൽ കയറുമ്പോൾ ആദ്യം എടുക്കുന്ന സുരക്ഷാ ഉപകരണമാണ് ഹെൽമറ്റ്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, 100 വർഷങ്ങൾക്ക് മുമ്പ് ബൈക്കുകൾ ഓടിച്ചിരുന്ന ആളുകൾക്ക് ഹെൽമറ്റ് എന്നൊരു സുരക്ഷാ കവചം ഉണ്ടായിരുന്നില്ല. അന്ന് അപകടങ്ങൾ ഉണ്ടായാൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നത് സാധാരണമായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് ആദ്യമായി ബൈക്ക് യാത്രക്കാരുടെ തലയെ സംരക്ഷിക്കാൻ ഹെൽമറ്റ് ഉണ്ടാക്കിയത്? അതിൻ്റെ പിന്നിൽ ഒരു ഡോക്ടറുടെയും പിന്നീട് ഒരു ചരിത്ര പ്രസിദ്ധമായ അപകടത്തിൻ്റെയും കഥയുണ്ട്. 1900 തുടക്കത്തിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടനിൽ മോട്ടോർ സൈക്കിൾ റേസുകൾ വളരെ ജനപ്രിയമായി. അക്കാലത്ത് റേസിംഗ് ട്രാക്കുകളിൽ അപകടങ്ങൾ പതിവായിരുന്നു. ഇത്തരം അപകടങ്ങളിൽ തലയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ ശ്രദ്ധിച്ച ഒരു ബ്രിട്ടീഷ് ഡോക്ടറായിരുന്നു ഡോക്ടർ എറിക് ഗാർഡ്നർ. 1914 ബ്രൂക്ക് ലാൻഡ്സ് റേസിംഗ് ട്രാക്കിൽ ജോലി ചെയ്യുമ്പോൾ ഏകദേശം 2 ആഴ്ചയ്ക്കൊരിക്കൽ തലയ്ക്ക് പരിക്കേറ്റ മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഗാർഡ്നർ ഒരു ചിന്ത മുന്നോട്ട് വെച്ചു. തലയ്ക്ക് ഒരു സംരക്ഷണം ഉണ്ടാക്കിയാൽ ഈ പരിക്കുകൾ കുറയ്ക്കാൻ കഴിയില്ലേ? ഇതായിരുന്നു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം. ഗാർഡ്നർ ഒരു ഹെൽമറ്റ് രൂപകൽപ്പന ചെയ്യുകയും അത് നിർമ്മിക്കാൻ ബെത്നൽ ഗ്രീനിലെ മിസ്റ്റർ മോസ് എന്നയാളുടെ സഹായം തേടുകയും ചെയ്തു. അന്നത്തെ ഹെൽമറ്റ് ഇന്നത്തെ പോലെ കട്ടിയുള്ള ഫൈബർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ളതായിരുന്നില്ല. ക്യാൻവാസ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശേഷം ഷെല്ലാക് ഉപയോഗിച്ച് അതിനെ കട്ടിയാക്കുകയായിരുന്നു. ലക്ഷ്യം വളരെ ലളിതമായിരുന്നു: തലയ്ക്ക് ഒരു ആഘാതം നേരിട്ട് ഏൽക്കുന്നത് കുറയ്ക്കുക. പക്ഷേ തുടക്കത്തിൽ എല്ലാവരും ഈ ആശയത്തെ സ്വാഗതം ചെയ്തില്ല. റേസർമാരിൽ ചിലർ ഹെൽമറ്റ് ധരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഗാർഡ്നർ പിന്മാറിയില്ല. 1914 ഗാർഡ്നർ തൻ്റെ ഹെൽമറ്റുകളുമായി ഈസ്ലി ഓഫ് മാൻ TT റേസിലേക്ക് പോയി. അവിടെ ഏകദേശം 94 ഹെൽമറ്റുകൾ അദ്ദേഹം കൊണ്ടുപോയതായി ചരിത്രരേഖകൾ പറയുന്നു. റേസിൽ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിർബന്ധമാക്കുകയായിരുന്നു. അവിടെ നടന്ന ഒരു അപകടം ഹെൽമറ്റിൻ്റെ പ്രാധാന്യം തെളിയിച്ചു. ഒരു റൈഡർ ഒരു ഗേറ്റിൽ ഇടിച്ചെങ്കിലും ആഘാതം നേരിട്ട് തലയിലേക്ക് എത്താതെ ഹെൽമറ്റ് സഹായിച്ചതായി രേഖകളുണ്ട്. റേസിന് ശേഷം അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഗാർഡ്നറിനെ അയച്ച കത്തിലും സാധാരണയായി കാണാറുണ്ടായിരുന്ന കൺക്യൂഷൻ കേസുകൾ ആ വർഷം ഉണ്ടായില്ലെന്ന കാര്യവും പരാമർശിച്ചിരുന്നു. ഹെൽമറ്റ് ഒരു അധികം ഭാരമുള്ള വസ്തു എന്നതിൽ നിന്ന് ഒരു സുരക്ഷാ ഉപകരണമാക്കാൻ തുടങ്ങി. പക്ഷേ ഹെൽമറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചത് 1935 ലോക പ്രശസ്തനായ ബ്രിട്ടീഷ് സൈനികനും സാഹസികനുമായ ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി മോട്ടോർ സൈക്കിൾ യാത്രയ്ക്കിടെ ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഗുരുതരമായ പരിക്കേറ്റു. അദ്ദേഹത്തെ ചികിത്സിച്ച യുവ ന്യൂറോസർജൻ ആയിരുന്ന ഹക്ക് കെർനസിന് ലോറൻസിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവം കെർനസിനെ ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു: അദ്ദേഹം ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാൻ കഴിഞ്ഞേനെ. അതിനുശേഷം കെർനസ് മോട്ടോർ സൈക്കിൾ അപകടങ്ങളിൽ സംഭവിക്കുന്ന തലയിലെ പരിക്കുകളെക്കുറിച്ച് ഗൗരവമായ ഗവേഷണം ആരംഭിച്ചു. ഇത് വെറുമൊരു സുരക്ഷാ ആശയമല്ലെന്നും നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണെന്നും അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചിരുന്ന സൈനികരുടെ തല പരിക്കുകളും കെർനസ് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈനിക മോട്ടോർ സൈക്കിൾ റൈഡേഴ്സിന് ക്രാഷ് ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത ശക്തമായി മുന്നോട്ട് വെച്ചു. അങ്ങനെ ഹെൽമറ്റ് പതിയെ റേസിംഗ് ട്രാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. സൈനികർ, സാധാരണ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ, റോഡ് സുരക്ഷ എന്ന രീതിയിൽ അതിൻ്റെ പ്രാധാന്യം വളർന്നു. പിന്നീട് വിവിധ രാജ്യങ്ങൾ ഹെൽമറ്റിൻ്റെ നിലവാരം ഉയർന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമറ്റ് 1914 ഹെൽമറ്റിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു.
പുറത്തെ ശക്തമായ ഷെല്ല്, അകത്ത മെറ്റീരിയൽ, ശരിയായ ഫിറ്റിംഗ്, വിസർ, വെന്റിലേഷൻ ഇങ്ങനെ പല സാങ്കേതിക വിദ്യകളും ഇന്ന് ഹെൽമറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന ആശയം ഒന്ന് തന്നെയാണ്: അപകടമുണ്ടായാൽ തലയുടെ ആഘാതം കുറയ്ക്കുക. ഹെൽമറ്റ് കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേര് പറയുന്നത് ചരിത്രപരമായി കൃത്യമല്ല. 1914 ഡോക്ടർ എറിക് ആദ്യകാല മോട്ടോർ സൈക്കിൾ ക്രാഷ് ഹെൽമറ്റ് വികസിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ചു. 1935 ലോറൻസിൻ്റെ അപകടത്തിന് ശേഷം കെയർനസ് നടത്തിയ ഗവേഷണവും പ്രചരണവും ഹെൽമറ്റിൻ്റെ പ്രാധാന്യം ലോകത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്തി. അതിനാൽ ഇന്ന് ബൈക്കിൽ കറങ്ങുമ്പോൾ തലയിൽ വയ്ക്കുന്ന ആ ഹെൽമറ്റിനു പിന്നിൽ ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ചരിത്രമുണ്ട്. ഒരു ചെറിയ സുരക്ഷാ ഉപകരണം എത്രയോ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച വലിയൊരു കണ്ടുപിടുത്തമായി മാറിയ കഥ. ഇത്തരം ചരിത്ര കഥകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഓക്കേ.